ഹായ് ഹലോ നമസ്കാരം സാൻഡിയൽവിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ചിക്കൻ പൊട്ടറ്റോ തേങ്ങാക്കൊത്ത്. അപ്പം നിങ്ങൾ മറക്കരുത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ല ബട്ടൺ നല്ലോണം ഒന്ന് അടിച്ചമർത്തുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനം ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, സവാള, പിന്നെ നമ്മുടെ പൊട്ടറ്റോ, ചിക്കൻ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി കഴുകി വൃത്തിയാക്കി നല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലോണം ഒന്ന് അരിഞ്ഞ് വയ്ക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കുക. പുതിയൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കി കാണും എങ്കിലും എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാത്രം എടുത്ത് അടുപ്പിൽ വയ്ക്കുക. ആവശ്യത്തിന് എണ്ണയോ വെളിച്ചെണ്ണയോ ഏതാണ് നിങ്ങളുടെ ക്യാഷിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് കടുക്, പിന്നെയെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ആവശ്യത്തിന് പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ വഴറ്റുന്നതിന് ഒട്ടും അമാന്തിക്കേണ്ട. അതിനെ നല്ലോണം തന്നെ നിങ്ങളുടെ ഗ്ലാസ് പരുവമോ കണ്ണാടി പരുവമോ എങ്ങനെ വേണോ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേഗത്തിൽ വഴറ്റിയെടുക്കണമെങ്കിൽ വിശപ്പിൻ്റെ വിളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേഗത്തിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞല്ലോ, കാരണം പൊട്ടറ്റോ വേഗം വേകുന്നതാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉരുളക്കിഴങ്ങും. അപ്പോൾ നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ മറക്കരുത് സാൻഡി അൽവാനി. അപ്പോൾ നിങ്ങൾ കാരണം വീണ്ടും ഒരു ലോങ് വീഡിയോ ഇടുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. കാരണം ചിലപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി കാണും എങ്കിലും ഒരു സാഹചര്യവശാൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്നുകൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ലോണം അടച്ചു വയ്ക്കുക. കാരണം ഇത് അടയ്ക്കും തുറക്കലും മാത്രമേ എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ. നമുക്ക് കിണ്ടുക, അടയ്ക്കുക, തുറക്കുക, പിന്നെ മസാലകൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക വൃത്തിയാക്കി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പൊട്ടറ്റോയിൽ ഈ പരിപാടി നടത്തിയത്. വളരെ രുചികരവും കാണാൻ മനോഹരവുമാണ് ഈ ചിക്കൻ പൊട്ടറ്റോ തേങ്ങാക്കൊത്ത്. അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ വേറെ പണിയൊന്നുമില്ല ഇതിനകത്ത്. നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ആണുങ്ങളായിരിക്കും വീട്ടിലുണ്ടായിരിക്കും, നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ചിക്കനും കൂടെ കണക്കാക്കിയിട്ട് നിങ്ങൾ ഉപ്പിടേണ്ടത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, അതായത് നിങ്ങൾ ചിക്കൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി നമുക്കറിയാമല്ലോ, അതിനൊരു പ്രത്യേക കണക്കൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ചിലപ്പോൾ മഞ്ഞൾ കൂടുതൽ വേണമെന്നുള്ളവർക്കും ഉണ്ടല്ലോ. എങ്കിലും ഇവിടെ ഞാൻ ഒരു 2 സ്പൂണ് മുളക് പൊടി, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നമുക്ക് ഇച്ചിരി ഗ്രേവി വേണമെന്നുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ ഗരം മസാല, ഈ മറ്റ് പട്ടയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള, പിന്നെ ചൂടുവെള്ളം ആവശ്യത്തിന്. ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് നേരത്തെ ഉള്ളതുപോലെ ഉള്ള ആ തേങ്ങാക്കൊത്തായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഇച്ചിരി കൂടെ ഗ്രേവി വേണമെന്നുണ്ട്. കാരണം കൊതി ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിറക്കുന്നത്. കാണുമ്പോൾ നമുക്കൊരു കൊതിയൊക്കെ വരുമല്ലോ, അത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ട്. പിന്നെ നമ്മുടെ മേമ്പൊടിയായിട്ട് മല്ലിയില അരിഞ്ഞിടണം. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ വീണ്ടും ഇതാണ് നമ്മുടെ തേങ്ങാക്കൊത്ത് കറി. അപ്പോൾ ബൈ ബൈ.